അതെ, ജഗദീശൻ എഴുതിയ സിനിമയില് മുത്താരംകുന്ന് പിയോല് അതെ, അദ്ദേഹം ഗുസ്തി ആശാനാണ്. അത് യഥാർത്ഥത്തിൽ കുട്ടൻപിള്ള എന്ന് പറയുന്ന കഥാപാത്രമാണ്. അവിടെ ശ്രീനിവാസനാണ് സജസ്റ്റ് ചെയ്തത്, ഞാനല്ല. നെടുമുടി വേണിച്ചേട്ടൻ നന്നായിരിക്കും, അത് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ തോന്നി. പക്ഷെ നെടുമുടി വേണിച്ചേട്ടൻ്റെ ഗുണം എന്ന് പറയുന്നത് അതിനകത്ത് കൊണ്ടുവന്ന ഒരു ചെറിയ ചേഞ്ച് നിങ്ങൾ നോക്കിയാൽ കാണാം. കുട്ടൻപിള്ള ചെറിയ ഒരു ഉടന്തു പോലുള്ള ഒരു ലിംബിങ് ചെറുതായിട്ട് നടത്തുന്നു. അത് ഈ ഗുസ്തി മത്സരത്തിൽ എവിടെയോ ചതിപ്രയോഗത്തിലോ എന്തോ സംഭവിച്ചതായിട്ടുള്ള ഒരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായില്ലേ? ബാക്കി ഈ ഏറ്റവും വലിയ ഗുസ്തിക്കാരും പിന്നീട് വ്യായാമമൊക്കെ കുറഞ്ഞു കഴിഞ്ഞിരുന്നാൽ കുറച്ചൊരു വയറൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ വേണിച്ചേട്ടൻ ആ ഗുസ്തിയുടെ ആ നടത്തയിലും കാര്യങ്ങളിലും ആ തലയിൽ കെട്ടുന്നതും ഒക്കെ തന്നെ അതിനെ ഒരു ഗുസ്തിക്കാരനെ നമുക്ക് കാണാൻ പറ്റും. വേണിച്ചേട്ടൻ്റെ വേഷപ്പകർച്ചയും എടുത്ത് പറയേണ്ട കാര്യമാണ്. നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു പള്ളിയിലച്ഛനിൽ നിന്നും വളരെ വിഭിന്നമായിരിക്കും. അഭിനയം മാത്രമല്ല, ആ വേഷം ഇടുന്നതും വേറെ സ്റ്റൈലായിരിക്കും. ഒന്നിൽ ഒരു കാവി എളോഹ ഇടുന്ന അച്ഛനായിരിക്കും, ഒന്നിൽ വെള്ളയായിരിക്കും, അതിൽ തന്നെ കണ്ണട വേറെ ആയിരിക്കും. ഇപ്പോൾ വിഗ്ഗൊക്കെ വയ്ക്കുന്ന വേണിച്ചേട്ടന് ഓരോ രീതിയിലും വേണിച്ചേട്ടൻ്റെ ഒരു സ്റ്റില്ല് കണ്ടാൽ അത് ഏത് സിനിമയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഏതാണ്ട് പറയാം, ചാമരത്തിലെ അച്ഛൻ, എത്രയോ സിനിമകളിൽ എത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള പള്ളി. നമ്മുടെ ഇതില് മറ്റേ ലൂണ ഓടിക്കുന്ന ആകാശദൂതില് പള്ളിയിലച്ഛനാണ്. ഉണ്ണികളെ ഒരു കഥ പറയാമല് പള്ളിയിലച്ഛനല്ലേ. സകല മേഖലയിലൂടെയും പോകുന്ന ആളാണല്ലോ അദ്ദേഹം. സ്റ്റേജിൽ വരുമായിരുന്നു, സ്റ്റേജിൽ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമകളിലുണ്ട്. ഇമ്മാനുവൽ എന്നൊക്കെ പറയുന്ന ഒരു പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഒരു ബാറിലോട്ട് അദ്ദേഹം കയറി വരികയാണ്. അപ്പോൾ കയറി വരുമ്പോൾ അവിടെ ലൈറ്റുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം കയറി വന്നപ്പോൾ ഇങ്ങനെ പോക്കറ്റിൽ കയറ്റിട്ട് ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചു. അപ്പൊ ഞാൻ പോക്കറ്റിലും കൈയിട്ടു, ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഞാൻ എന്റെ ഒരു കൗതുകം കൊണ്ട് വേണിച്ചേട്ടനോട് ചോദിച്ചു, വേണിച്ചേട്ടാ ഇയാൾ ഇങ്ങനത്തെ AC ബാറിലൊന്നും കയറി ശീലമുള്ള ഒരാളായിരിക്കൂല, ഇയാൾ വെറും അലമ്പാണ്. അപ്പൊ ഈ ബാറ് കയറുമ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് തണുക്കും. ആ തണുപ്പാണ് ഇയാള് കാണിച്ചത്. ഈ കയറുമ്പോൾ പോക്കറ്റിൽ കയറ്റിട്ട് കൈയും രക്ഷിച്ച് തണുപ്പാണ് കാണിച്ചതെന്ന് പറഞ്ഞാൽ അത്രയധികം ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയും അത്രയധികം ആലോചിച്ചും ചിന്തിച്ചും കുറെയൊക്കെ നൈസർഗികമായും മാറ്റങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് അല്ലേ? വേണിച്ചേട്ടൻ്റെ നമ്മൾ കുറെ പള്ളിയിൽ അച്ഛന്മാരെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്നാൽ ശരിയായിട്ടുള്ള അച്ഛനല്ലാത്ത ഒരു കഥാപാത്രം ഇൻ ഗോസ്റ്റ് ഹൗസ് ഇന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു അല്പ ദുർമന്ത്രവാദമോ എന്തൊക്കെയോ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് ഫീലിംഗ് കിട്ടുന്നുണ്ട്, ഇല്ലേ? 100% നന്മയുടെ ആളല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാശത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരു നല്ല അച്ഛൻ ഒരിക്കലും പറയുന്നതല്ല. വേറെന്തോ ഒക്കെ ഒരു ഇവിളുണ്ട് അതിന് അങ്ങനെ ചെയ്യുന്ന കഥാപാത്രം. ആ സൂക്ഷ്മാംശം ആലോചിച്ച് നോക്കി. അതിനകത്ത് അവസാനം പറയുമ്പോൾ വില്ലനാണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള എക്സ്പ്രഷനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ വലുതാണ്, വളരെ വലുതാണ്. വേണിച്ചേട്ടന്റെ ഓർമ്മകളുമായിട്ട് നമ്മളോടൊപ്പം ഡയറക്ടർ അശോക് കുമാർ സാർ. ഞങ്ങളുടെ ഒരു പടമാണ് അറബി ഒട്ടോ മാത്രം ലാല് വേണിച്ചേട്ടന് മുകേഷ് അഭിനയിച്ച്. ഇതിൻ്റെ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബി, ദുബായ് ഒക്കെയാണ്. ആ സിനിമ എടുത്തത് തന്നെ രസകരമാണ്. ഞങ്ങൾക്ക് ചുമ്മാ അവിടെ പോയി ആഘോഷിക്കാൻ വേണ്ടി എടുത്താണ്. പക്ഷെ ആ പടം നന്നായിട്ട് ഓടി. പ്രിയനാണ് ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അന്നും പ്രിയൻ പറഞ്ഞു, എടാ കാര്യമൊക്കെ നമുക്ക് വേണിച്ചേട്ടൻ വേണം അവിടെ, വേണിച്ചേട്ടൻ അബുദാബി കാണണം. വേണിച്ചേട്ടൻ നമുക്ക് എത്ര ദിവസം ഡേറ്റ് വേണം. ആ വേണിച്ചേട്ടൻ ഉള്ളിടത്തോളം കാരണം നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. വേണിച്ചേട്ടൻ സ്ക്രിപ്റ്റിൻ്റെ കൂടെ കാണും, നമുക്ക് ഹെൽപ്പ് ചെയ്യും, പിന്നെ രസമാണ് വേണിച്ചേട്ടൻ. അങ്ങനെ അപ്പോൾ വേണിച്ചേട്ടൻ ചോദിച്ചു, അശോക് എനിക്ക് അതിനകത്ത് പ്രിയനൊരു പറഞ്ഞു വേണിച്ചേട്ടനില്ല പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേണിച്ചേട്ടൻ ഇവിടുന്ന് അബുദാബി കൊണ്ടുവരുന്നു. വേണിച്ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 10 ദിവസം കണ്ട ഡേറ്റ് തന്ന്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേണിച്ചേട്ടനത് 15-20 ദിവസമായി. അതായത് വെച്ചാൽ അവിടുത്തെ വേണിച്ചേട്ടൻ്റെ പ്രസൻസ്, അതായത് ലൊക്കേഷനിൽ 2 ആർട്ടിസ്റ്റാണ് പ്രസൻസ് കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. ഒന്ന് സുമാരി ചേച്ചി, സുമാരി അമ്മ, ഒന്ന് വേണിച്ചേട്ടൻ ഉണ്ടെങ്കിൽ എല്ലാ സിനിമ അഭിനയം മാത്രമല്ല, സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും വേണിച്ചേട്ടൻ നമ്മുടെ തന്നെ കൂടെ കാണും. ഓർമ്മയിലെ